Next one is corrected mean. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Arithmetic mean of 100 items is 34. At the time of calculation, 3 items 118, 70 and 19 were wrongly taken as 180, 17 and 90 respectively. What is the correct mean? ഇവിടെ നമുക്ക് അരിത്തമെറ്റിക് മീൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എടുത്തിരിക്കുന്ന ഒബ്സർവേഷൻസിൽ 3 എണ്ണം തെറ്റിപ്പോയി. റോങ് ഒബ്സർവേഷൻസ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഗിവൺ ഐറ്റംസ് എന്തൊക്കെയാണ്? First, it is given that arithmetic mean of 100 items is 34. So we have n is equal to 100 and x bar is equal to 34. പക്ഷെ ഈ 34 നമുക്ക് കിട്ടിയത് wrong observations ഉപയോഗിച്ചിട്ടാണ്. So first we have to find what is the correct summation x. So ഇത് ഉപയോഗിച്ച് x bar എന്ന് പറയുന്നത് എന്താണ്? X bar is summation x divided by n. So this implies summation x is equal to summation x കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? ഈ divided by n നെ equal to ന്റെ opposite സൈഡിൽ കൊണ്ടുവരിക, which becomes into. That means n into x bar. Our n is 100 and x bar is 34, which means 3400. Wrong observations ഉപയോഗിച്ചിട്ടുള്ള summation x ആണ് 3400. That means this is the wrong summation x. We have to find out what is the correct summation x. Correct summation x formula എന്ന് പറയുന്നത് wrong summation x minus incorrect values plus correct values. ഈ കിട്ടിയിരിക്കുന്ന summation x എന്ന് പറഞ്ഞാൽ xകളുടെ സം ആണ്. അതിൽ നിന്ന് തെറ്റായിട്ടുള്ള x വാല്യൂസിനെ നമ്മൾ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ശരിയായിട്ടുള്ളത് ചേർത്താൽ മാത്രം മതിയാകും. Which means 3400 minus wrong observations ഏതൊക്കെയാണെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ എപ്പോഴും അതാണ് ഏറ്റവും എടുത്ത് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് ഒബ്സർവേഷൻസും റോങ് ഒബ്സർവേഷൻസും തമ്മിൽ തിരിഞ്ഞു പോകാതെ നോക്കുക. ഇവിടെ 3 items 118, 70 and 19 were wrongly taken as 180, 17 and 90. Which means ഈ പറഞ്ഞിരിക്കുന്നതാണ് 180, 17 and 90 എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള ഒബ്സർവേഷൻസ്. സോ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് 180 minus 180 minus 17 minus 90. ഇനി ശരിയായിട്ടുള്ള ഒബ്സർവേഷൻസ് കൂട്ടുകയും കൂടെ വേണം. ശരിയായിട്ടുള്ള ഒബ്സർവേഷൻസ് ഇത് മൂന്നുമാണ്. 118, 70 and 90. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോന്ന് സബ്ട്രാക്ട് ചെയ്ത് പോയാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഒരുമിച്ച് ആഡ് ചെയ്യുക. യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് നമ്പർ. ദെൻ subtract with others. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. So the answer is 3320. That is the correct summation x. Now we have to find out what is the correct x bar. Correct x bar is correct summation x divided by n. Correct summation x എന്ന് പറയുന്നത് 3320 ആണ്, divided by n. എന്നിന് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, കാരണം 3 തെറ്റായിട്ടുള്ള ഒബ്സർവേഷൻ എടുത്ത് കളഞ്ഞിട്ട് വീണ്ടും 3 എണ്ണം കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ n റിമൈൻസ് സെയിം, ദറ്റ് ഇസ് 100. സോ കറക്റ്റ് എക്സ് ബാർ ഇസ് 33.20. നെക്സ്റ്റ് വൺ ഇസ് വെയ്റ്റഡ് മീൻ. വെയ്റ്റഡ് മീൻ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിലെ പോലെ തന്നെയാണ്. അവിടെ ഫ്രീക്വൻസികളായിരിക്കും തരുന്നത്. ഇവിടെ അതിന് പകരം വെയ്റ്റ്സ് ആണ് തന്നിരിക്കുന്നതെന്നുള്ള വ്യത്യാസം. എക്സ് ബാർ ഇസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഫോർമുല summation wx divided by summation w. ഓരോ എക്സ് വാല്യൂസിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് വെയ്റ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ആൻഡ് ഡിവൈഡഡ് ബൈ സം ഓഫ് വെയ്റ്റ്സ്. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ N ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, വിച്ച് ഇസ് ദ സം ഓഫ് ഫ്രീക്വൻസീസ്. ഹിയർ വി യൂസ് സം ഓഫ് വെയ്റ്റ്സ്. ലെറ്റ്സ് ചെക്ക് ദിസ് ക്വസ്റ്റ്യൻ. Given below is the data showing the marks obtained by a student for 4 subjects and the weights assigned to these subjects.
Find the average of marks weighted obtained by the student. 4 സബ്ജക്ട്സിൻ്റെ മാർക്സും വെയിറ്റേജും കൊടുത്തിട്ടുണ്ട്. അവയുടെ അരിത്തമെറ്റിക് മീൻ കാണാനാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഇവിടെ മാർക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ എക്സ് വാല്യൂസ്. സോ റൈറ്റ് ദാറ്റ് 80, 78, 68 and 62. Since everything is in percentage, we don't need to write specifically. Next one is weights, that means W. 20, 20, 40 and 20. നെക്സ്റ്റ് ഇത്രയാണ് തന്നിരിക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് അറിയാനായിട്ട് ഫോർമുല നോക്കുക. എന്തിൻ്റെ സമ്മേഷൻ ആണോ വേണ്ടിയത് ആ കോളം എല്ലാം കണ്ടിരിക്കണം. ഫസ്റ്റ് വൺ സമ്മേഷൻ WX ആണ്. സോ വി നീഡ് W into X. ഓരോ ഡബ്ല്യൂവിനെ എൻ്റെ എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 8 into 20 is 1600. 78 into 20 is 1560. 68 into 40 is 2720. And 62 into 20 is 1240. We need to sum all those. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സമ്മിനെയാണ് summation WX എന്ന് പറയുന്നത്. And adding those we get 7120. Now denominator is summation W. അതായത് ഈ വെയ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടുക. 20 plus 20, 40, 80, 100. Now we can find X bar, which is summation WX divided by summation W. Summation WX, we got it as 7120 divided by 100. Divided by 100 ആയതുകൊണ്ട് തന്നെ എളുപ്പമാണ്. 2 പ്ലേസ് മാറ്റി ഡെസിമൽ പോയിന്റ് ഇട്ടാൽ മതിയാകും. So the answer is 71.20. Since everything is in percentage, this is also in percentage, which means arithmetic mean is 71.2%.